ഒരുപാട് കാലത്തിന് ശേഷം എൻ്റെ അതേ പേരുള്ള ഒരാളെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം എന്നിട്ട് നിനക്ക് ആ കനം തരാതിരിക്കായിരുന്നു രണ്ടാമത്തെ പടം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇല്ലേ ഇൻഡസ്ട്രിയിൽ പൊതുവെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും നമുക്ക് എല്ലാ സിനിമയും ആദ്യത്തെ സിനിമയാണ്. പരാജയം വരാത്ത സിനിമകൾ ചെയ്യുക, മാക്സിമം നല്ല പ്രൊഡ്യൂസറിനെ രക്ഷിക്കുക. ഈ രണ്ട് രീതിയിൽ സിനിമയെ സമീപിക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ. ഒന്ന്, എനിക്കൊരു ആശയം പറയാനുണ്ട്, അല്ലെങ്കിൽ എനിക്കെന്തോ പറയാനുണ്ട്, അതിനെ ഞാൻ സിനിമ എന്നുള്ള മീഡിയം ഉപയോഗിക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രൊഡ്യൂസർക്ക് പൈസ തിരിച്ച് കിട്ടുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ സംതൃപ്തി. ഇപ്പോൾ തമിഴിലെ ഹരിയെ പോലെ ഡയറക്ടർ ഒക്കെ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയ പോലെയാണ് പ്രൊഡ്യൂസർ ഹാപ്പി ആണെങ്കിൽ എന്നുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ തമിഴിലെ ഇപ്പോൾ മിഷ്കിൻ എടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടതാണ് എടുക്കുന്നത്, അവിടെ പണമല്ല പ്രധാനം. വിഷ്ണുവിൻ്റെ ഒരു അവസ്ഥ ഇപ്പം എന്താണ്? രണ്ടുമല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. കാണുന്ന ഒരാൾക്ക് സംതൃപ്തി കിട്ടുക, കൈയടിക്കുക. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഈ ക്ലാപ്സ് ആണ്. ചെയ്യുന്ന പടത്തിൽ അങ്ങനത്തെ കുറച്ച് മൊമെന്റ്സ് വേണം, മനസ്സ് വിട്ട് ചിരിക്കണം, അവർ നിൽക്കുന്ന ഒരു സിനിമ തിയേറ്ററിലല്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടുവരണം. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഒരു ഓസ്കാർ. ദൈവം സഹായിച്ച് ആദ്യത്തെ പടത്തിന് ഓസ്കാർ ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. ഇപ്പോൾ അവാർഡുകൾ ശ്രീപത്തിന് നാഷണൽ അവാർഡും അങ്ങനത്തെ ഉള്ള നമുക്ക് പല ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഉണ്ടായിരുന്നു, പനോരമയിൽ പ്രീമിയർ വന്നു. പക്ഷേ ഞാൻ അതിനേക്കാളും ഞാൻ ഉപരി ഞാൻ വില കൽപ്പിക്കുന്നത് ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ വന്ന് പടം കണ്ടിട്ട് വിളിച്ച ഫോൺ കോൾസും, നമ്മൾ സദസ്സിൽ നിൽക്കുമ്പോൾ ഇന്ന പടത്തിന്റെ ഡയറക്ടർ എന്ന് അറിയുമ്പോൾ അവർ തരുന്ന ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളുമാണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡുകൾ. പ്രേക്ഷകരുടെ ആക്സെപ്റ്റൻസ്. കാരണം ഞാൻ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു മീഡിയ ഓഫ് എൻ്റർടൈൻമെൻറ്റ് എന്ന ടാഗ് ലൈനാണ് ഞാൻ സിനിമേനെ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മളെ ഈ ടെൻഷൻസും പ്രഷേഴ്സും മാറി മനസ്സ് വിട്ട് ഒരു 2.5 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറോ ചിത്രം. ലോകേഷ് കനകരാജനോടൊക്കെ ഇപ്പോൾ കൂലി ചെയ്യുന്ന നേരത്തെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, കൂലി അടുത്ത 1000 കോടി സിനിമയായിരിക്കുമെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 1000 കോടി എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, പക്ഷെ 150 രൂപയുടെ ടിക്കറ്റ് പ്രൈസിനുള്ള എൻ്റർടൈൻമെൻറ്റ് എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും എന്നാണ്. മലയാളത്തെ പറ്റി നമുക്കറിയാം, അതൊരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഹ്യൂജ് ഹിറ്റായിരുന്നു. അതിന് 100 കോടി എന്നുള്ള ഒരു ടാഗ് ലൈൻ കയറി വരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് സിനിമയുടെ വിജയം ഉണ്ടാകുന്നത്. ഒരുപാട് പ്രതികൂല ഘടകങ്ങൾ ആ സിനിമ താണ്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു 100 കോടി പ്രഷർ ഉണ്ടോ? ഞാൻ ആക്ച്വലി അതും നോക്കുന്നില്ല. കാരണം മാളികപ്പുറം നമ്മളൊരു നല്ലൊരു വിജയം എന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും സെൻസേഷണൽ ഹിറ്റും ഈ പറഞ്ഞ പോലെ ഓഡിയൻസ് എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളത്, എടുക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പടം ഇറങ്ങിയതിന് ശേഷം പ്രമുഖ താരങ്ങളുടെ പടങ്ങൾ വരികയും എന്നിട്ടും മാളികപ്പുറം അവിടെ നിലനിൽക്കുകയും ചെയ്തു. അത് പോസ്റ്റ് കോവിഡ് 50 ദിവസമൊക്കെ തികച്ചുള്ള 50 ദിവസമല്ല 100 ദിവസം നമ്മൾ തികച്ചു. മഹാസുബേർക്കയുടെ തിയേറ്ററിന് സ്വാതി തിയേറ്ററിനാണ്. അപ്പൊ അവിടെ 100, അവിടെ മാത്രമല്ല കേരളത്തിലെ 8 തിയേറ്റേഴ്സ് 100 ഡേയ്സ് ഓടിയൊരു സിനിമ. അപ്പൊ കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് ആഫ്റ്റർ കോവിഡ്, ഇതൊക്കെ ഒരു പ്രാക്ടിക്കൽ സോളിഡ് ആയിട്ടുള്ള 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് ഓടിയാൽ തന്നെ അത്ഭുതമായി കണക്കാക്കുന്ന ടൈമിൽ നമ്മളൊരു 100 ഡേയ്സ് മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എങ്ങും ഇല്ലാത്തൊരു കോൺഫിഡൻസ് വന്നു. പക്ഷേ ഇപ്പോൾ നേരത്തെ ടുവേർഡ്സ് യുവർ ക്വസ്റ്റ്യൻ, ലോകേഷിന്റെ വാക്ക് തന്നെ ഞാൻ കടമെടുക്കുകയാണ്. ആ 150 രൂപ, അല്ലെങ്കിൽ എനിക്കറിയില്ല ഇപ്പോഴത്തെ പ്രൈസ് ടാഗ് അല്ല, കാരണം ഓരോ സ്ഥലത്തും ഓരോ റേറ്റിംഗ് ആണല്ലോ. എന്തായാലും ഒരു സാധാരണക്കാരന്റെ കഷ്ടപ്പാടിന് ആ ഒരു എമൗണ്ടിന് നല്ല വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ വാല്യൂവിനുള്ള എന്റർടൈൻമെന്റ് എൻ്റെ പടങ്ങളിൽ ഞാൻ മാക്സിമം കൊടുക്കാൻ നോക്കും. ഈ 1953 ഉള്ളൊരു സുമതി മർഡർ കേസ് ഉണ്ട് ഈ പറഞ്ഞ തിരുവനന്തപുരം ജില്ലയിലെ. അതുമായി സംബന്ധിച്ചിട്ടാണ് പിന്നെ ഒരു വളവിന് ഈ പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ അങ്ങനെ ഒരു ഹിസ്റ്ററി വരുന്നതെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന്റെ ഡോക്യുമെന്ററീസ് ഒക്കെ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. വിശ്വസിച്ചാലില്ലെങ്കിൽ അത് ഫീച്ചർ ചെയ്ത് ഒരുപാട് അങ്ങനെ മിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രസന്റേഷൻ, എക്സ്പ്ലനേഷൻ വീഡിയോസിലൊക്കെ അത് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു ക്രൈമിന്റെ ബാക്ക്ഡ്രോപ്പിലല്ല, നേരെ മറിച്ച് അതിനെ ആക്ച്വൽ ആ ക്രൈമിന്റെ ഇപ്പോൾ പാലരിമണിക്കം പോലെ ഒന്നും അല്ല അതിന്റെ വിഷ്വലൈസേഷൻ വരുന്നത്. അങ്ങനെ ഒരു മിത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതിനപ്പുറത്ത് ഒരു കഥയും ഒരു ഫൺ വാച്ചൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണോ? അതെ, നമ്മൾ ഈ പടത്തിന്റെ 3ാമത്തെ ഡ്രാഫ്റ്റ് ആണ് ലോക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ ഡ്രാഫ്റ്റ് അഭിലാഷ് ചേട്ടൻ എന്നോട് ഈ സ്റ്റോറി സബ്ജക്റ്റ് സംസാരിക്കുന്ന സമയത്ത് ഒറിജിനൽ സുമതിയായിട്ട് ഒരുപാട് റിലേറ്റഡ് ആയിട്ട്, അതായത് ഒരു ബേസ്ഡ് ഓൺ ട്രൂ ഇവൻസിന്റെ ഒരു ഹൈലൈറ്റ് ഒരു 60-70% തന്നെ
ഉണ്ടായിരുന്നു കഥയിൽ. അപ്പോൾ കുറച്ചുകൂടി റോ റിയലിസ്റ്റിക് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സീരിയസ് ടോൺ അതായത് അഭിലാഷ് പിള്ളയുടെ സീരിയസ് ടോൺ സംസാരിക്കുന്ന കടാവർ, പത്താം വളവ് എന്നീ സിനിമകളുടെ ഒരു ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തു. എന്നാൽ അതിലൊരു എന്റർടൈൻമെന്റ് ചെറുതായിട്ട് ഒരു സിൽവർ ലൈൻ പോലെ പോകുന്നൊരു കഥയായിട്ടായിരുന്നു സുമതി വളവ് എൻ്റെ അടുത്ത് കിട്ടുന്ന സമയത്ത്. പിന്നീട് നമ്മൾ അർജുനെ കാണുകയും അർജുനോട് ഈ കഥ സംസാരിക്കുകയും അർജുൻ്റെതായിട്ടുള്ള രീതിയിൽ ഇൻപുട്ട് തരികയും ചെയ്തു. നമ്മളങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമുക്കിത് പ്രോജക്റ്റ് ആക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് അർജുൻ അന്നേരം ഈ പറഞ്ഞ പോലെ മാർക്കറ്റിലെ നമ്മൾ രണ്ടുപേരും ഒരു തുടക്കക്കാരാണ്. അഭിലാഷിന്റെ ഒരു പടം പോലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മാളികപ്പുറത്തിന് മുമ്പാണ്. നമ്മുടെ ഇൻഫാക്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട സിനിമ സുമതികളായിരുന്നു. പിന്നെ മാളികപ്പുറം വൻ വിജയം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് മാളികപ്പുറത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കുടുംബത്തിലെ സ്ത്രീകളാണ്. അവര് ഏറ്റെടുത്തുകൊണ്ടാണ്. ഇപ്പോൾ ലാലേട്ടന്റെ ഇപ്പോൾ ഏറ്റവും ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള തരുണിന്റെ പടം തുടരും. അത് ഇത്രയും വലിയ സെൻസേഷണൽ ഹിറ്റ് ആവാനുള്ള എൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വീട്ടമ്മമാരുടെ ഒരു അവരെ ഏറ്റെടുത്ത ഉള്ളൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതിനൊന്നുകൂടി നമുക്ക് റീഡിഫൈൻ ചെയ്യാം. കാരണം നമ്മുടെ പടം വന്നിട്ട് സിനിഫൈൽ ഓഡിയൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടോ ടാർഗറ്റ് ചെയ്യരുതെന്നുള്ള ഒരു വാശി നമുക്കുണ്ടായിരുന്നു. കാരണം നമ്മളെ ട്രസ്റ്റ് ചെയ്തേക്കുന്ന, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഇവന്റ്സിലും ചെല്ലുമ്പോൾ ഈ അമ്മമാർ വന്ന് ചോദിക്കും, കുറേ നാൾക്ക് ശേഷം എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ കൂട്ടി വന്നൊരു സിനിമയാണ് മാളികപ്പുറം. അപ്പോൾ അതിനുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഇത് ഈ അമ്മമാർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ ആ അമ്മമാരെയും കൂടി കണക്കിലെടുത്തിട്ട് തന്നെയാണ് നമ്മൾ സുമതി വളവിൻ്റെ 3rd ഡ്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. അത് കുറച്ചുകൂടിയും എന്താ പറയുക, നമ്മുടെ ഏറ്റവും ഗോൾഡൻ പീരീഡ്, മലയാള സിനിമയുടെ ഏറ്റവും ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത് 80s and 90s എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഡെഫിനറ്റ്ലി ഇന്നും നമ്മൾ അതെ പുഷ്കലകാലം നമ്മൾ ലാലേട്ടനൊക്കെ ഏറ്റവും മമ്മൂക്കിനെയും അതുപോലെ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തേക്കുന്ന ഒരു ടൈം. ഇന്നും ആ ആരവം ഇപ്പോഴും നമ്മുടെ മനസ്സുകളിൽ. അപ്പോൾ ആ ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന സിനിമകൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ദ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഇന്നത്തെ സിനിമയിൽ കുറച്ച് കുറവാണ്. ഐ മീൻ ഒരു ലെയർ പോലെ വന്നു പോകുന്നു എന്നല്ലാതെ ത്രൂ ഔട്ടായിട്ട് നമുക്കത് കിട്ടുന്നില്ല. കാരണം അത് ഞാനൊരു പരാതിയായിട്ട് പറയല്ല, കുറച്ചുകൂടി നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ വളരെ കയറിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സിനിഫൈൽ ആയിട്ടുള്ള ഓഡിയൻസിനെയൊക്കെ കുറച്ചുകൂടിയും ഡ്രൈവ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലേക്ക് മലയാള സിനിമ മാറിക്കൊണ്ട് ഇരിക്കുകയാണ്. പക്ഷെ അങ്ങനെ മാറുമ്പോൾ മറന്നു പോകുന്ന ഒരു സെക്ഷൻ ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ വീട്ടമ്മമാരും സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന കുറച്ച് പ്രേക്ഷകരാണ്. അതായത് ഇങ്ങനത്തെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷൻ ഓഫ് വിഭാഗക്കാരെയാണ്. അപ്പം അതിന് മാളികപ്പുറം ഒരു ഫാക്ടറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ സുമതി വളവിലേക്കും ഈ ഫാക്ടർ വേണമെന്ന് നമ്മൾ വച്ചുകൊണ്ട് തന്നെ ഈ ഒരു 90s 80s സിനിമ തന്ന വൈബിൽ തന്നെ മേക്ക് ചെയ്ത പടമാണ് സുമതി വളവ്.